അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കേവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് എണ്ണിയാൽ തീരാത്തതാണ്, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തതുമാണ്. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ചോദിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് നാം ശുക്ർ ചെയ്തിട്ടുണ്ടോ, അതല്ല അവനോട് നന്ദികേടാണോ കാണിച്ചിട്ടുള്ളത് എന്ന കാര്യം ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെടും. അല്ലാഹു തആല സൂറത്തു തകാസുറിലെ 8-ാമത്തെ ആയത്തിൽ പറഞ്ഞു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. തീർച്ചയായിട്ടും ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആ ദിവസത്തിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പം നാം അനുഭവിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടും എന്ന് കൃത്യമായി ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരും പുറത്തിറങ്ങാത്തൊരു സമയത്ത് വീട് വിട്ട് പുറത്തിറങ്ങി. വഴിക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കാണുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടാളോടും ചോദിച്ചത്, ഈ സമയത്ത് നിങ്ങളെ പുറപ്പെടുവിച്ച സംഗതി എന്താണ്? നിങ്ങളുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ രണ്ടാളുടെയും വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന കാര്യം എന്താണ്? അതിൻ്റെ ഉത്തരം പറഞ്ഞ മറുപടി, അൽ ജൂ യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, വിശപ്പാണ് എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് സുഹൃത്തുക്കളോടായി പറഞ്ഞു, അവ അന വല്ലദീ നഫ്സി ബിയദിഹി ലഅഖ്റജനി അല്ലദീ അഖ്റജകുമാ. എൻ്റെ ആത്മാവ് ആരുടെ കൈവശമാണോ അവൻ തന്നെയാണ് സത്യം. അള്ളാഹു തൻ്റെ സത്യം. നിങ്ങളെ ഏതൊരു സംഗതിയാണോ നിങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്, അതേ കാര്യം തന്നെയാണ് എന്നെയും എൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, വരിക, നമുക്കൊന്നിച്ച് നടക്കാം. എന്നിട്ട് അവർ നടന്ന് ഒരു അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിലെത്തുകയാണ്. അബുൽ ഹൈസം മാലിക് ഇബ്നു തൈഹാൻ അൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിലെത്തി. ആ സമയത്ത് ആ വീട്ടിൽ വീട്ടുകാരനുണ്ടായിരുന്നില്ല, അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരെ കണ്ടപ്പോഴേക്കും അവർ പറഞ്ഞു, മർഹബൻ വ അഹ്ല, സ്വാഗതം ഓതിക്കൊണ്ടവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെ പോയി കുടുംബനാഥൻ? അവർ പറഞ്ഞു, വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. തങ്ങൾക്ക് കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളം തേടിപ്പോയിരിക്കുന്നു അദ്ദേഹം, അത് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞു. ഒരല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ രണ്ട് കൂട്ടുകാരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സ്തുതി. ഈ ദിവസത്തിൽ എന്നെക്കാളും നന്നായിട്ട് അതിഥി സൽക്കരിക്കാൻ വേറെ ആരുണ്ട്? എനിക്ക് കിട്ടിയ അനുഗ്രഹം. അങ്ങനെ അവരെയും കൊണ്ട് അദ്ദേഹത്തിന് തോട്ടമുള്ളയാളാണ്, അദ്ദേഹത്തിന് നാൽക്കാലികളുള്ളയാളാണ്. അങ്ങനെ അദ്ദേഹം അവരുടെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ തോട്ടത്തിൽ നിന്ന് ആ അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു പഴുത്ത ഈത്തപ്പഴവും പാകമായ ഈത്തപ്പഴവും റുതബും എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും രണ്ട് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കഴിക്കാൻ പറഞ്ഞു.
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന് വേണ്ടി ആടിനെ അറുക്കാൻ വേണ്ടി അദ്ദേഹം കത്തിയെടുത്തു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ്, കറവയുള്ള ആടാണെങ്കിൽ അറുക്കരുത് കേട്ടോ, അതിനെ സൂക്ഷിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം അവർക്ക് വേണ്ടി ആടിനെ അറുത്തു, ഭക്ഷണം പാകം ചെയ്തു, അവർക്ക് വേണ്ടി കൊണ്ടുവന്നു കൊടുത്തു. അവർ ഇത് കഴിച്ചു, ആ വെള്ളം കുടിച്ചു. എന്നിട്ട് അവരുടെ വയറ് നിറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതുസ്അലുന്ന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ. അല്ലാഹു തന്നെയാണ് സത്യം, എൻ്റെ ആത്മാവ് ആരുടെ കൈവശമാണോ അവൻ തന്നെയാണ് സത്യം. ലതുസ്അലുന്ന അൻ ഹാദൻ നഈം, ഈ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. അഖ്റജക്കും മിൻ ബുയൂതികുമുൽ ജൂ, ഇതാ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് വിശപ്പായിരുന്നു. സുമ്മലം തർജിഉ ഹത്താ അസ്വാബക്കും ഹാദൻ നഈം, നിങ്ങൾക്ക് മടങ്ങേണ്ടി വന്നിട്ടില്ല ഈ അനുഗ്രഹം ലഭിക്കുന്നത് വരെ. നിങ്ങൾക്കിതാ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ലഭിച്ചതിൻ്റെ ശേഷമാണ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. ഇത് നിഅമത്താണ്. ഇതിനെക്കുറിച്ച് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ തീർച്ചയായും ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഈ രണ്ടാളുകളോടായി പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. പ്രിയപ്പെട്ടവരെ, ഒരൽപ്പം വെള്ളം കുടിച്ചു, ഈത്തപ്പഴം കഴിച്ചു, റുത്തബ് കഴിച്ചു, അതേ പഴുത്തു ഭാഗമായ ഈത്തപ്പഴം കഴിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് ഭക്ഷണവും കഴിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതൊരു നിഅമത്താണ്, ഈ നിഅമത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ വിശന്നുകൊണ്ടാണ് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്, ഇതാ വിശപ്പ് മാറ്റിയിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. ഇത് അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് തീർച്ചയായും അല്ലാഹു തആല നാളെ ചോദിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അല്ലാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹ് വഅൻ ഇൽമിഹി ഫീമാ ഫഅൽ വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖഹു വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹ്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതാ നാളെ അന്ത്യനാളിൽ ഒരടിമയുടെയും കാലടികൾ മുന്നോട്ട് വെക്കാൻ, ചലിക്കാൻ അല്ലാഹു തആല സമ്മതിക്കില്ല. ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ. അൻ ഉംരിഹി ഫീമാ അഫ്നാഹ്, അവന്റെ ആയുസ്സിനെ കുറിച്ച്. ആയുസ് അനുഗ്രഹമാണ്, അത് എന്തിലാണ് നശിപ്പിച്ചത് എന്ന ചോദ്യമുണ്ടാകും. വഅൻ ഇൽമിഹി ഫീമാ ഫഅൽ, അവന്റെ വിജ്ഞാനം, അവന് കിട്ടിയ അറിവുകൾ അനുഗ്രഹമാണ്, അതിലെന്തൊക്കെ പ്രവർത്തിച്ചു എന്ന ചോദ്യമുണ്ടാകും. വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖഹു, സമ്പത്ത് അനുഗ്രഹമാണ്, അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്, അത് എവിടെ നിന്ന് സമ്പാദിച്ചു, അതെങ്ങനെ ചിലവഴിച്ചു എന്ന ചോദ്യമുണ്ടാകും. വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹ്, അവന്റെ ശരീരത്തെ കുറിച്ച് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്, അത് എന്തിലാണ് നശിപ്പിച്ച് കളഞ്ഞത് എന്ന് ചോദ്യമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അള്ളാഹുവിൻ്റെ നിഅമത്തുകളാണ് രാവും പകലും നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ നിഅമത്തുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രഹസ്യമായും പരസ്യമായും രാവും പകലുമൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു തആല പറഞ്ഞു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്കുള്ള ഏതൊരു നിഅമത്തുണ്ടോ, അനുഗ്രഹമുണ്ടോ, അതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വീണ്ടും അല്ലാഹു തആല പറഞ്ഞു, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ നിഅമത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ എണ്ണി കണക്കാക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കതിന് സാധ്യമല്ല
എന്ന് അല്ലാഹു തആല വ്യക്തമാക്കുന്നു. അതുകൊണ്ട് പടച്ച തമ്പുരാൻ മനുഷ്യനെ പടച്ച സമയത്ത് ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ് പടച്ചിട്ടുള്ളത്. എന്നിട്ട് അവൻ ആദരിക്കുവാൻ വേണ്ടി മലക്കുകളെ കൂടി സുജൂദ് ചെയ്യുവാൻ പറഞ്ഞു. ഈ പ്രപഞ്ചം അവന് കീഴ്പ്പെടുത്തി കൊടുത്തു. അല്ലാഹു തആല പറഞ്ഞു, വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഅൻ മിൻഹു ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഇതാ ആകാശഭൂമികളിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്കിതാ അവൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ചിന്തിക്കുന്ന ആളുകൾക്ക്, ചിന്തിക്കുന്ന ജനതയ്ക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു തആല വ്യക്തമാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ നമ്മൾ തിരിച്ചറിയണം. ആ നിഅമത്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ശുക്ർ ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും തന്റെ കുടുംബത്തിൽ സുരക്ഷിതനായി പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ ശരീരത്തിന് രോഗമില്ലാത്ത സൗഖ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അവനൊരു ദിവസത്തെ ഭക്ഷണം അവന്റെ കൂടെയുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ ലഭിച്ചതുപോലെയാണ് അവന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതേ, കുടുംബത്തിൽ സമാധാനത്തോടെ കഴിയുക എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ശരീരത്തിന് ആഫിയത്തുണ്ടാവുക, സൗഖ്യമുണ്ടാവുക, രോഗമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, തളർച്ചയും ക്ഷീണവുമില്ലാതെ സുഖമായിരിക്കുക, ശരീരത്തിന് സുഖമുണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ നിഅമത്താണ്. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവുക, ഒരു ദിവസത്തെ ഭക്ഷണം അവന് സ്വന്തമായി ഉണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ നിഅമത്താണ്. അങ്ങനെ ഇത് മൂന്നും ലഭിച്ച ഒരാള്, അയാൾക്ക് ദുനിയാവ് ലഭിച്ചതുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നിഅമത്തുകൾക്ക് എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഇതാ അല്ലാഹു തആല നമ്മോട് പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്മ ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ ശുക്ർ ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകാം. വലഇൻ കഫർതുമല്ല, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ, കുഫ്റാണ് കാണിക്കുന്നതെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ കഠോരമാണ് എന്ന് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുകയാണ്. സൂറത്ത് ഇബ്രാഹീമിലെ 7-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ നന്ദി കാണിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകാമെന്നാണ്. നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അല്ലാഹുവിന് അതിൽ കുഴപ്പമില്ല, അത് പടച്ചവനെ ബാധിക്കുന്നതല്ല, പക്ഷേ അത് നിങ്ങളെയാണ് ബാധിക്കുക. അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ് എന്ന താക്കീതും അല്ലാഹു തആല നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക. അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് നമ്മൾ ശുക്ർ ചെയ്യണം. എങ്കിൽ ആ നിഅമത്തുകൾ അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ച് നൽകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും നന്മകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുകയും, അത് അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കുന്ന രൂപത്തിൽ അവൻ നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുകയും ചെയ്യുക. നമ്മൾ ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നാവ് കൊണ്ട് പറയുക എന്നത് മാത്രമല്ല ശുക്ർ, നന്ദി എന്നുള്ളത്, മറിച്ച് ആ ശുക്ർ അമല് കൊണ്ട്, നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടും അവന് ശുക്ർ ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെക്കാര്യം നമ്മൾ അറിയണം. അങ്ങനെയാണ് അള്ളാഹുവിന് ശുക്ർ കാണിക്കേണ്ടത്. ഇതാ അല്ലാഹു തആല പറഞ്ഞല്ലോ, യഅമലു ആല ദാവൂദ ശുക്റാ വഖലീലൻ മിൻ ഇബാദിയശ് ശകൂർ. ഇതാ അള്ളാഹുവിന്റെ അടിമകളിൽ കുറച്ച് ആളുകൾ മാത്രമാണ് നന്ദി കാണിക്കുന്നവരായിട്ടുള്ളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലത്ത് എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്നു. പഠിച്ചവന് ഇതാ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാൽപാദങ്ങളിൽ നീര് കെട്ടിയ സമയത്ത് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്ര കഷ്ടപ്പാട്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹു തആല അങ്ങയുടെ, താങ്കളുടെ കഴിഞ്ഞു പോയതും
വരാനിരിക്കുന്നതുമായ സകലമായ വീഴ്ചകളും പുറത്തു തന്നതല്ലേ, പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പാട് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അഫല അകൂന അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള അടിമയായി മാറേണ്ടതില്ലേ എന്ന ചോദ്യമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അതുകൊണ്ട് അല്ലാഹുവിനോട് നന്ദി കാണിക്കുക, നാം അനുഭവിക്കുന്ന നിഅമത്തുകൾക്ക് പടച്ചവനോട് നന്ദി കാണിക്കുക. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, നിങ്ങൾ നന്ദി കേട് കാണിക്കരുതേ എന്ന് സൂറത്തുൽ ബഖറയിലെ 152-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും അള്ളാഹു തആല പറഞ്ഞു വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുറു ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. ഇതാ അള്ളാഹു തആല മനുഷ്യനോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. എന്താണ് വസിയത്ത്? അവന്റെ മാതാവിന് പുണ്യം ചെയ്യണമെന്നതാണ് വസിയത്ത്. എന്താണ് പുണ്യം ചെയ്യാനുള്ള കാരണം? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത്. വഫിസാലുഹു ഫീ ആമൈൻ, അവന്റെ മുലകുടി പ്രായം 2 വർഷമാണ്. അതേ, അവന് 1 വർഷക്കാലം 10 മാസക്കാലം അവന്റെ വയറ്റിൽ ചുമന്ന് നടന്നു ഉമ്മ. ആ പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവർ ഗർഭം ധരിച്ച് അവനെ കൊണ്ടു നടന്നത്. എന്നിട്ട് പ്രസവിച്ചതിന് ശേഷമോ അവനെ 2 വർഷക്കാലം പാലൂട്ടി വളർത്തി. അതെ, ഇതുകൊണ്ട് നിന്റെ മാതാവിന് നീ നന്ദി കാണിക്കണം. അല്ലാഹു പറയുന്നു അനിഷ്കുറുലി വലിവാലിദൈക, എനിക്കും നിന്റെ മാതാവിനും നീ നന്ദി കാണിക്കുക. ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് മടക്കം എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതിനാൽ അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കണം. വ ഇൻ തഷ്കുറു യർളഹു ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അവൻ നിങ്ങളെ തൃപ്തിപ്പെടുന്നതാണ് എന്നും അല്ലാഹു തആല പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ, ആ നിഅമത്തുകളെ നമ്മൾ തിരിച്ചറിയുക, അതിനോട് നന്ദി കാണിക്കുക, പടച്ചവനോട് നന്ദി കാണിക്കുക, കുഫ്ർ ചെയ്യാതിരിക്കുക, നന്ദി കേട് കാണിക്കാതിരിക്കുക. നന്ദി കാണിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുമെന്നും നമുക്കത് വർദ്ധിപ്പിച്ച് നൽകുമെന്നും അള്ളാഹു തആല അറിയിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിൽ വർധന ഉണ്ടാകാൻ കൂടി അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. അള്ളാഹുവാണ് എല്ലാ നിഅമത്തുകളുടെയും ഉടമസ്ഥൻ. അതുകൊണ്ട് ആ നിഅമത്തുകളുടെ ഉറവിടമായ പടച്ചവനെ നമ്മൾ മറക്കാതിരിക്കുക, അവനെ തിരിച്ചറിയുക, അവനോട് നന്ദിയുള്ളവരാവുക. അവന്റെ കൽപ്പനകൾ കേൾക്കുക എന്നതും അനുസരിക്കുക എന്നതും അവൻ വിരോധിച്ച കാര്യങ്ങൾ വെടിയുക എന്നതും അവനോടുള്ള നന്ദിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ആ നിലക്ക് യഥാർത്ഥ വിശ്വാസികളായി പടച്ചവനോട് നന്ദി കാണിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.